ഒച്ചവക്കല്ലേ, ഞാൻ ശിവയേട്ടൻ. എന്തൊരു ശക്തി! മാപ്പ് തരാ, ഞാൻ വിടുന്ന പ്രശ്നമേ ഇല്ല. എന്നോട് ക്ഷമിച്ചു എന്ന് പറ. ഞാൻ ക്ഷമിച്ചാ മതിയോ? ആള് മാറിപ്പോയതാ. എന്താ ഇവിടെ? അത് പിന്നെ എന്താടി ഉണ്ടായത്? ഞാൻ മോളിന്ന് അച്ചാറ് ഭരണി എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ ദേ ഈ സാറ് പുറകെന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ അങ്ങ് പേടിച്ചു പോയി. സാറാന്ന് അറിഞ്ഞില്ല, അതുകൊണ്ടാ. ഓടിയാത്ത്. സോറി കേട്ടോ. ഇന്നത്തെ കാലത്ത് വേലക്കാരിയും വീട്ടമ്മയും തിരിച്ചറിയാൻ പറ്റത്തില്ല. പണ്ടൊക്കെ ഇവർക്ക് കള്ളിമുണ്ടായിരുന്നു വേഷം, ഇപ്പൊ നൈറ്റ് ഇട്ടോണ്ട് ഇറങ്ങിയിരിക്കല്ലയോ. വാച കടിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. അവള് ജോലിക്ക് വെക്കണമെന്ന് പറഞ്ഞ് അന്നേ നിങ്ങൾ എന്റെ പുറകെ കൂടിയതാ. ഇതായിരുന്നു ഉദ്ദേശം, ഇപ്പഴാ മനസ്സിലായത്. അയ്യോ, അങ്ങനെ പറയരുത്. സത്യമായിട്ട് ഞാൻ പപ്പിയെ കാണാൻ വന്നതാ. പപ്പിയെ കാണാൻ നോണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. അമ്മേ, ആ പപ്പിയെ കാണാനായിരുന്നെങ്കിൽ അന്തസ്സോടെ മുൻവശത്തോടെ കയറി വരായിരുന്നില്ലേ? അച്ഛാ, അസമയത്ത് അടുക്കളയിലൂടെ കേറി വരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാനുള്ള സാമാന്യം ഞങ്ങൾക്കുണ്ട്. എന്നെ തെറ്റിദ്ധരിക്കരുത്. സത്യമായിട്ടും എന്റെ വായും മനസ്സും അറിയാത്ത കാര്യമാണ്. അച്ഛനെങ്കിലും ഒന്ന് പറ. വെറുതെ കോളനിക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ശിവരാമകൃഷ്ണൻ പോയെ. പപ്പി യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഞാൻ ഇങ്ങനെ വരുമ്പോ ഇവള് തിരിഞ്ഞു നിൽക്കായിരുന്നു. ഇവിടെ ബാക്ക് കണ്ടപ്പോ